അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. എന്നാൽ നാം ബൈബിൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയെ ഒരു ഭടനായിട്ടാണ് നാം കാണുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധസേവയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് വ്യക്തമായി നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാർ മിക്കപേരും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ പഴയ നിയമത്തിലെ യുദ്ധങ്ങളൊക്കെ ശാരീരികമായ യുദ്ധങ്ങളായിരുന്നു. ആക്ഷരികമായി ഭൗതിക മണ്ഡലത്തിൽ അവർ യുദ്ധം ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പോര് ജഡരക്തങ്ങളോടല്ല, പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല എന്ന് നാം വായിക്കുന്നു. തൻ്റെ വിശ്വാസ ജീവിതം അവസാനിക്കാൻ സമയമാകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നുണ്ട്: ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇതാ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ ഒരു പോരാട്ടമായിരുന്നെന്നും തൻ്റെ ജീവിതം മുഴുവൻ തന്നെ ഒരു യുദ്ധമായിരുന്നെന്നും ഓരോ വിശ്വാസിയുടെയും ജീവിതം ഒരു യുദ്ധമാണ് എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു, നമ്മോടുകൂടി യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. കനാൻ ദേശം ഉറ്റുനോക്കുവാനായി മോശ അയച്ച 12 പേർ മടങ്ങി വരുമ്പോൾ 10 പേര് ദേശത്ത് അവർ കണ്ട കാഴ്ചകളെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് ജനത്തിന്റെ ഹൃദയത്തെ തളർത്തി അവർ നിരാശയിലേക്ക് പോയി എല്ലാവരും നിലവിളിക്കുമ്പോൾ നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കലേബും 2 പേർ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ പ്രബോധനം നൽകുന്ന ഭാഗമാണ് നാം 10 പേരുടെ പ്രസ്താവന നമ്മൾ 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ തമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം ആകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് 12 പേര് പോകുന്നതിൽ 2 ഗ്രൂപ്പ്, 10 പേരുടെ കാഴ്ചപ്പാട്. അവർ പറയുന്നത് ഞങ്ങൾ വെറും വെട്ടുകിളികളെ പോലെ ഇരുന്നു, അവരെ ഒരിക്കലും നമുക്ക് ജയിപ്പാൻ കഴിയുകയില്ല, അവർ മല്ലന്മാരാണ്, അധികായന്മാരാണ്. എന്നാൽ നോക്കുക, കാലേബും യോശുവയും പറയുന്നത് നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മളിവിടെ കാണുന്നത്. ഭൂരിപക്ഷത്തോട് കൂടെ ചേർന്ന് നിരാശപ്പെട്ട് പോകുവാനല്ല പരിശുദ്ധാത്മാവ് ഈ പുതിയ വർഷം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയും. എത്ര പേർ പറയും എനിക്ക് ജയിപ്പാൻ കഴിയും? യേശു കർത്താവ് പറയുന്നത് ഞാൻ ജയിച്ചിരിക്കുന്നു. ജയിച്ചവനെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത്. ഞാൻ ജയിച്ചു പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നത്രേ കർത്താവ് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം ഒരു ജയ ജീവിതമായിരിക്കും. ജയിക്കുന്നവന്റെ കാഹള ശബ്ദമാണ് ക്രിസ്തീയ ജീവിതം. അത് പരാജയപ്പെട്ടവന്റെ നിസ്സഹായതയുടെ നിലവിളിയല്ല. എങ്ങനെയാണ് ജയിക്കുന്നത്? നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത്, നീതിയുടെ കിരീടത്തെ ചുംബിക്കുന്ന ഒരനുഭവത്തിലേക്ക് പോകുവാൻ ജയ ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ ഈ കലേബും യോശുവയും പറയുന്നു നമുക്കത് ജയിപ്പാൻ കഴിയും. പിന്നീട് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു കനാൻ ദേശം അവർ കൈവശമാക്കി, ആ ദേശം വിഭജിക്കുന്നു.
അപ്പോൾ കാലേബ് പറയുന്ന ഒരു പ്രസ്താവന നാം 14-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മോശ എന്നെ അയച്ച നാളിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. പക്ഷേ ഇപ്പോഴും പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. നോക്കുക, വർഷങ്ങൾ കഴിഞ്ഞു പോയത് കൊണ്ട് അവന്റെ ആരോഗ്യം കുറഞ്ഞില്ല. അനാക്യമല്ലന്മാർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ ബലമുള്ളതും ഉറപ്പുള്ളതുമാണെന്നും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ അവനത് ജയിപ്പാൻ കഴിയുമെന്ന് 40 വർഷം മുമ്പ് അവൻ പറഞ്ഞെങ്കിൽ ഇന്നും 40 വർഷത്തിനിപ്പുറത്തും അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നു. മോശ 45 വർഷം കഴിഞ്ഞു പോയപ്പോൾ 45 വർഷം മുമ്പുണ്ടായ ഒരു വാഗ്ദാനത്തെ അവൻ ഓർത്തുകൊണ്ടിരിക്കുക. അവൻ ഉള്ളിൽ ക്ഷീണിച്ചില്ല, ഉള്ളിൽ മടുത്തു പോയില്ല, നിരാശപ്പെട്ടു പോയില്ല. എന്തുകൊണ്ടാണ് 45 വർഷം ഇതിന് ഈ ആരോഗ്യത്തെ സൂക്ഷിപ്പാൻ കഴിഞ്ഞത്? നാം ഇന്ന് കാണുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം ആരോഗ്യം എങ്ങനെ സൂക്ഷിക്കണം, സൗന്ദര്യം എങ്ങനെ പരിരക്ഷിക്കണം, യൗവനം എങ്ങനെ നിലനിർത്തണം സാധാരണ മാധ്യമങ്ങളിൽ വായിക്കുന്നു. ആളുകളെല്ലാം ആ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവരാണ്. ഇവിടെ നോക്കുക, കാലേബിന്റെ ആരോഗ്യം 45 വർഷം കഴിഞ്ഞിട്ടും അല്പം പോലും കുറഞ്ഞിട്ടില്ല. എന്താണ് അവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? അവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ അവിടെ വായിക്കുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ എല്ലാവരും കനാൻ ദേശത്തെ അനാക്യമല്ലന്മാരെയും അധികായന്മാരെയും കണ്ടപ്പോൾ അവർ തങ്ങളെ നശിപ്പിച്ചു കളയുമെന്നും തങ്ങളവിടെ ഒടുങ്ങിപ്പോകുമെന്നും വിചാരിച്ചപ്പോൾ കലേബ് പറയും, നോക്കുക, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവർ നമുക്ക് ഭക്ഷണമാകുന്നു. They are bread for us. അവർ നമുക്ക് ഭക്ഷണമാണ്. ഭക്ഷണം എന്തിനാണ്? ആരോഗ്യം നിലനിർത്തുവാൻ, ശക്തിപ്പെടുവാൻ നല്ല ഭക്ഷണം ആവശ്യമാണ്. അപ്പൊ പ്രതികൂലങ്ങളെ കണ്ടപ്പോൾ ആ പ്രതികൂലം ഒരു ഭക്ഷണമാണ് എന്നാണ് കാലേബ് പറയുന്നത്. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുവാനല്ല, പ്രതികൂലങ്ങളെ ഭക്ഷണമാക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ ഒരു മണ്ഡലത്തെയാണ് പരിശുദ്ധാത്മാവ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആത്മീക പോരാട്ടങ്ങളുടെ വേദികളിലേക്ക് നാം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനുള്ളതാണ്. ഓരോ പോരാട്ടവും നമുക്ക് ഓരോ 5 കോഴ്സ് മീലായി, വിഭവസമൃദ്ധമായ ഒരു സദ്യയായി പരിശുദ്ധാത്മാവ് നമുക്ക് കൊണ്ടുവരികയാണ്. ശക്തിയും പോഷണവും സ്വാദുമെല്ലാമുള്ള ഒരു ഭക്ഷണമായി. ആ പരിശുദ്ധാത്മാവിൽ ഈ വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തി, ഒരു വിശ്വാസി, അവന്റെ ജീവിതത്തിൽ ശത്രുക്കൾ വരുമ്പോൾ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഇതാ ഇവിടെ എനിക്ക് കൂടുതൽ ഭക്ഷണം. കാലേബിന്റെ ജീവിതത്തിൽ അവന് വളരെയധികം ഭക്ഷണം കഴിച്ചു. ഇനഫ്. അവന്റെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം അവൻ കഴിച്ചു. 45 വർഷവും അവൻ ഭക്ഷണത്തിന് കുറവില്ലായിരുന്നു. എവിടെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ശത്രുവിന്റെ വെല്ലുവിളികളും എല്ലാം സഹിച്ച് അതെല്ലാം ഭക്ഷണമാക്കി കണ്ട് അവിടെ നിന്ന് നിരാശപ്പെട്ടു പോകുവാനോ തളർന്നു പോകുവാനോ ഇടയാകാതെ ഓരോ പ്രയാസങ്ങളും ഓരോ വെല്ലുവിളികളെയും ഭക്ഷണമാക്കി അവൻ വളർന്നുകൊണ്ടിരുന്നു, ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് 45 വർഷത്തിനിപ്പുറത്തും അവൻ പറയുകയാണ്, അന്നത്തെ പോലെ തന്നെ എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. അന്നത്തെ പോലെ തന്നെ, മോശ എന്നെ അയച്ച നാളിലെ പോലെ തന്നെ എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. പ്രിയ ദൈവവേദന, നിന്റെ ജീവിതത്തിൽ നീ തളർന്നു പോകാതിരിക്കുവാൻ, നിരാശപ്പെട്ടു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളില്ല എന്നല്ല യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങളുണ്ട്, ഞെരുക്കങ്ങൾ ഉണ്ടാവുകയില്ല, പ്രലോഭനങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഭക്ഷണമാക്കി മാറ്റുവാൻ, അങ്ങനെ നിന്റെ ജീവിതത്തിൽ ശക്തിപ്പെടുവാൻ, ആ ശക്തിയാൽ വളരുവാൻ, ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ, ജീവിതത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി
നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതമെല്ലാം പാഴായിപ്പോയി, എല്ലാം കഷ്ടമായിപ്പോയി, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കുന്നത് നല്ല പറഞ്ഞു. ഞാൻ നല്ല പൊരുതി ജീവിതത്തെ ഒരു യുദ്ധസേവയായി കണ്ടു. നീ നല്ല പഠനമായി യുദ്ധസേവ ചെയ്യുക എന്ന് പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന്റെ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ നല്ല യുദ്ധസേവ ചെയ്തു. അവന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെല്ലാം അവന്റെ നിത്യഘനത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞൊടിഞ്ഞേരത്തേക്കുള്ള നമ്മുടെ ഈ ലഘുവായ സങ്കടങ്ങൾ അത്യന്തം അനവധിയായിരിക്കുന്ന നിത്യ തേജസ്സിൽ അത് ഘനമായി തീരും. ഇപ്പൊ നിത്യതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഘനമായ ഒരു നിക്ഷേപമായി തീരും. അതുകൊണ്ട് താൽക്കാലികമായി ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, തകർച്ചകൾ, പോരാട്ടങ്ങൾ, ആത്മീക മണ്ഡലത്തിലെ മത്സരങ്ങൾ, ഇവയെല്ലാം നിന്നെ വളർത്തുവാനുള്ളതാണ്, ഒരിക്കലും തളർത്തുവാനുള്ളതല്ല. ഇന്ന് ഈ സമയത്ത് ജീവിതത്തിലെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ നിന്നെ വളർത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ ആത്മീക മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ആണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ദൈവം നിന്നെ കടത്തിവിടുന്നത്. ഇതിനപ്പുറത്ത് നീ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് ഭക്ഷണമായി, ഇപ്പോഴത്തെ താൽക്കാലികമായ പ്രതിസന്ധിയെ, ഈ പ്രയാസത്തെ ഭക്ഷണമായി ദൈവത്തിന്റെ ആത്മാവിനെ ഒരുക്കിയിരിക്കുകയാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ടാണ് കലയെ പറഞ്ഞത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടേണ്ട, അത് നമുക്ക് ഇരയാണ്, അത് നമുക്ക് ഭക്ഷണമാണ്, ആ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ബലപ്പെടും. എന്നാൽ ആ ദേശത്തെ ജനത്തെ ഭയപ്പെട്ടവരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോയവരും ആ ഭക്ഷണം കഴിക്കുവാൻ താല്പര്യപ്പെടാതിരുന്നവരും എല്ലാം കനാൻ ദേശത്ത് വരുമ്പോൾ അവരെ ആരെയും കാണുന്നില്ല, അവരെല്ലാം പട്ടുപോയി. ഞാൻ വായിക്കുന്നത് അവിടെ യോശുവയും കാലേബും മാത്രമേ ഇപ്പുറത്ത് വരുന്നുള്ളൂ. കാരണം നമുക്കിത് ഭക്ഷണമാണെന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവം നമ്മെ ഒരു നാശത്തിലേക്ക്, പ്രതികൂലത്തിലേക്ക് നമ്മെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി കൊണ്ടുവരികയില്ലെന്നും, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പദ്ധതിയിലാണ് നാം വിളിക്കപ്പെട്ടതെന്നും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുമെന്നും ഉള്ള ഒരു ഉറപ്പേറിയ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. യാദൃച്ഛികമായ ഒന്നും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ വ്യക്തമായ പ്ലാനിൽ, കൃത്യമായ പദ്ധതിയിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുന്നത് ദൈവം അറിയാതെയല്ല. അവിടെ നീ ദൈവത്തെ സ്തുതിക്കുക, നിനക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണത്തെ നീ ഭക്ഷിക്കുക. ആ ഭക്ഷണത്തിനപ്പുറത്ത് ചിലപ്പോൾ നിനക്കൊരു ഭക്ഷണം നിനക്ക് ഇഷ്ടമില്ലായിരിക്കും. യേശു കർത്താവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗതസമന തോട്ടത്തിൽ അവന് ഒരു പാനപാത്രം കിട്ടുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഈ പാനപാത്രം നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ആ പാനപാത്രം കുടിക്കുമ്പോൾ നോക്കൂ, യേശു എത്രമാത്രം ഉയർച്ചയിലേക്കാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പൊ ദൈവം നിനക്ക് ഒരുക്കുന്ന മേശ, ഭക്ഷണപാനീയങ്ങളുടെ മേശ, നിന്റെ ആത്മീക ജീവിതത്തിലെ പോരാട്ടങ്ങളാണ്, ആത്മീക മനുഷ്യന്റെ ഭക്ഷണമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ, ആത്മീക മണ്ഡലത്തിലെ മത്സരങ്ങൾ, ഇവയെ ഒരു പുതിയ മനോഭാവത്തോടെ നേരിട്ടുകൊണ്ട്, കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ, സഹായത്തിൽ ശരണപ്പെടാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേട്ട ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, പലപ്പോഴും അവർ നിരാശപ്പെട്ടു പോകുന്നു. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് സംശയിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവെ അങ്ങ് ഒരുക്കുന്ന ഒരു ഭക്ഷണമായിട്ടും, ഇതിനപ്പുറത്ത് ഒരു ബലപ്പെടുത്തലിന്റെ അനുഭവം, ഒരു നന്മയുടെ അനുഭവം, ഒരു പങ്കുവയ്ക്കലിന്റെ അനുഭവം എല്ലാം അപ്പുറത്ത് കാത്തിരിപ്പുണ്ട് എന്ന് ഒരു ബോധ്യം നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനാക്യ മല്ലന്മാരെയും യെബൂസ്യരെയും ഹിത്യരെയും ഹിബ്യരെയും ഒക്കെ ഭക്ഷണമായി കണ്ട കലേബ് നോക്കൂ, അവൻ ആ കനാലിൽ വന്ന് ആ ഹെബ്രോൻ മല അവൻ അവകാശമായി ചോദിക്കുന്നു. നിനക്ക് മലകളെ അവകാശമായി ദൈവത്തിന്റെ ആത്മാവ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ അവകാശത്തിലേക്ക് കടക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ ഉദാസീനതയില്ലാതെ ഈ പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും ഭക്ഷണമായി കണ്ട് മുൻപോട്ട് പോകുവാൻ ഇതിന്റെ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. കാലേബ് ഹെബ്രോൻ പിടിച്ച പോലെ, ദാവീദ് സിയോൻ കോട്ട ജയിച്ച പോലെ, കാലേബ് ഹെബ്രോൻ പിടിച്ച പോലെ, ദാവീദ് സിയോൻ കോട്ട ജയിച്ച പോലെ, അനുഗ്രഹം ഞാനും പ്രാപിക്കും, അധികാരം ഞാനും കയ്യേൽക്കും, അനുഗ്രഹം ഞാനും പ്രാപിക്കും.
അധികാരം ഞാനും കൈ